അഭിനിവേശമുണ്ടാകാം. കുമാരനാശാൻ മനുഷ്യ ജീവിതത്തിൻ്റെ അഴകുകളെ, അതിനോടുള്ള അഭിനിവേശത്തെ നിഷേധിച്ച ഒരു കവി ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഴകുകളെല്ലാം നിരർത്ഥകമാണ്, വ്യർത്ഥമാണ് എന്നൊക്കെ ആണ് വീണപൂവിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന ഒരു പൊതുപാഠ നിർമ്മിതി നമ്മളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്കു മുൻപുഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. അവിടെ ഈ സൗന്ദര്യത്തിന് മുന്നിൽ വൈരാഗ്യമേറിയ വൈദികൻ സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഒരു അഴകിൻ്റെ വശ്യതയുടെ, ഈ പൂവിൻ്റെ അഴകോടെ നിൽക്കുന്ന പൂവും ആ പൂവിന് കറുത്ത വണ്ടിനോടുള്ള പരിണയവും അനുരാഗവും അനുരാഗഭംഗവും മരണവും ഇതെല്ലാം ആവിഷ്കരിക്കുന്നത് വഴി ജീവിതത്തിൻ്റെ നിരർത്ഥകതയാണ് കുമാരനാശാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഒന്നുപോലെ ആലോചിച്ച് നോക്കിയാൽ നാം എപ്പോഴായിരിക്കും ഒരു നഷ്ടത്തെ ചൊല്ലി വല്ലാണ്ട് വേദനപ്പെടുക? ഒരു നഷ്ടം നമ്മെ അഗാധമായ വേദനയിലേക്ക് തള്ളിവിടുന്നത് നിരർത്ഥകമായ ഒന്നിൻ്റെ വേദനയെ ചൊല്ലി ആവില്ലല്ലോ. കുമാരനാശാൻ വീണപൂവിലൂടെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെ അല്ല, അതിൻ്റെ അഴകിൻ്റെയും അതിൻ്റെ സൗന്ദര്യത്തിൻ്റെയും കരുത്തിൻ്റെയും സാർത്ഥകതയെയാണ് അടിവരയിട്ട് പറയുന്നത്. അത്രമേൽ സാർത്ഥകമായതുകൊണ്ടാണ് അത് അതിൻ്റെ നശ്വരതയെ ചൊല്ലി ഇത്രയും ഗാഠമായ വേദന തോന്നുന്നത്. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ലോകാനുരാഗത്തിൻ്റെ വിവിധ വശങ്ങളെന്ന നിലയ്ക്ക് നമുക്ക് പരിഗണിക്കേണ്ടി വരുന്നത് ഇതൊക്കെയാണ്. ജീവിതത്തിൻ്റെ അഴകുകളോടുള്ള അഭിനിവേശം, ആൺപെൺ വിനിമയങ്ങളുടെ, ജീവിതത്തിലെ പാട്ട് കേൾക്കുന്നത് വിലക്കുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പാട്ട് കേൾക്കുന്നത്, നമ്പൂതിരി സ്ത്രീകൾ പാട്ട് പാടാൻ പാടില്ല, ഊഞ്ഞാലാടാൻ പാടില്ല എന്നൊക്കെ ശാങ്കരഭാഷ്യത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്നും, ഈ ശാങ്കരഭാഷ്യം ശങ്കരനല്ല എഴുതിയതെന്നും ഒക്കെ ഉള്ള തർക്കങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടയ്ക്ക് ഓർത്തുകൊണ്ടത് പറഞ്ഞു വന്നത്, ഈ ലോകാനുരാഗത്തിന് ജീവിതത്തിൻ്റെ ഇത്തരം അഴകുകൾ, ലൗകികമായ അഴകുകളോടും ലൗകികമായ അതിൻ്റെ അസ്തിത്വത്തോടുമുള്ള ഒരു ബന്ധമുണ്ട്. ഈ ബന്ധത്തെ നിരാകരിക്കുന്ന ഒരു കവിതയല്ല കുമാരനാശാൻ്റേത് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഈ ലോകാനുരാഗത്തിലേക്ക് അദ്ദേഹത്തിന് ലീനമായ സിദ്ധിവിശേഷങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നതിൽ ഗുരുവിൻ്റെ ഒരു സഹവാസം കൂടി നാം പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവിൻ്റെ സഹവാസം എന്ന് പറയുന്നതിനത് കേവലമായ ഒരു കൂട്ടുകെട്ട് എന്നതിനപ്പുറം ദാർശനികമായും ആശയതലത്തിലുമൊക്കെയുള്ള കൊടുക്ക വാങ്ങലുകളുടെ ഒരു തലവും വരും. അപ്പോൾ നാം ഓർത്തു പോവുക, ഗുരുവിൻ്റെ ഏകത്വ സങ്കല്പത്തെ ഒന്ന് ഓർത്തു നോക്കാം നമുക്ക് ഈ സന്ദർഭത്തിൽ. കാരണം ഗുരുവിൻ്റെ ഏകത്വ സങ്കല്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ഒരു പാഠം ഗുരു അവതരിപ്പിച്ചിട്ട് ഗുരു അതൊരു മിസ്റ്റിക് ഭാവനയായിട്ടല്ല അവതരിപ്പിക്കുന്നത്. അതൊരു മിസ്റ്റിക് ഭാവനയല്ല. വാഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുകൃമിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം എന്ന് ഈ അതിനെ ചൊല്ലി, അതാണ് ഈ അത് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ട്, അത് എന്ന് പറയുന്നത് അത് വെള്ളത്തിൽ നനയാത്തതാണ്, തീയിൽ എരിയാത്തതാണ്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയാൻ കഴിയാത്തതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി വീണ്ടും 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 ചർച്ച ചെയ്തുകൊണ്ടുമിരിക്കും. ആത്മാവ് എന്ന പേരിൽ
പറയുന്ന ഈ ആത്മാവ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ ഇരിക്കുന്നത് ഒന്നേ ആത്മാവായതുകൊണ്ട് ഒരു ഏകത്വ സങ്കല്പത്തെ ഭാവന ചെയ്യുന്ന ഒരു കവിതയാണ്, ഉള്ളൂരിൻ്റെ കവിതയാണ് ഇപ്പോൾ പറഞ്ഞത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുകൃമിയിലുമുണ്ട് അതിൻ പരിസ്ഫുരണം. ഈ ഒരു മിസ്റ്റിക് ഭാവനയല്ല ഗുരു അവതരിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നതിന് ഒരു വസ്തുനിഷ്ഠ ബോധ്യമാണ് യുക്തിയായി പറയുന്നത്. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. ഒരു യോനിയിൽ നിന്ന്, ഒരേ യോനിയിൽ നിന്ന് വരുന്നത്, ഒരാകാരമുള്ളത്, ഒരു ചൂരും ചുവയുമുള്ളത്, ഒരേ ഒച്ചയുള്ളത്, ഉണർന്നു പെറുന്നത് ഒരു ഇനമാണ് എന്നും പറയുന്നുണ്ടല്ലോ. ജീവജാതിയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു മിസ്റ്റിക് ഭാവനയല്ല, ഒരു വസ്തുനിഷ്ഠ ബോധ്യമാണ്. ഈ വസ്തുനിഷ്ഠ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഏകത്വ സങ്കല്പവും സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിൻ്റെ അന്തസ്സത്തയിൽ ലോകാനുരാഗപരമാണ്. ഇങ്ങനെ ലോകാനുരാഗപരമായ ഒരു ഏകത്വ ഭാവന ഗുരുവിനും തെളിഞ്ഞു കിട്ടുന്നത് ഏതെങ്കിലും ദിവ്യശക്തിയാൽ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ച് വീഴുന്നതൊന്നുമല്ല. നമുക്കറിയാം, ഏതൊരു വ്യക്തിയും ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെ ഉൽപ്പന്നമാണ്. ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിൻ്റെ ഫലമായാണ് വ്യക്തിത്വങ്ങൾ സമൂഹത്തിൽ ഉദയം ചെയ്തു വരുന്നത്. നമുക്ക് ആ കാലത്തിൻ്റെ കാലം, കുമാരനാശാനുമൊക്കെ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന കാലമെന്ന് പറയുന്നത് ഹിന്ദു ജീവിതക്രമത്തിൽ അധിഷ്ഠിതമായിരുന്ന ഒരു ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്തായിരുന്നു കുമാരനാശാനും ഗുരുവുമൊക്കെ ജീവിച്ചിരുന്നത്. ആ ഹിന്ദു ജീവിതക്രമത്തിൻ്റെ അനുശാസനങ്ങളെയെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഈ ഹിന്ദു ജീവിതക്രമത്തിൻ്റെ സവിശേഷത നമ്മളൊന്ന് സൂക്ഷ്മത്തിലൊന്ന് ഗണിക്കണം. കാരണം ജന്മനാ ഉച്ചനീച സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംഗതിയായിരുന്നു അത്. ജന്മനാ ഉച്ചനീചത്വം അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അതിൽ ഓരോ ആളും ദൈവഹിതത്തിനനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ സ്ഥാനത്തിന് നിരക്കുന്ന കൃത്യം, ഈ സ്ഥാനത്തിന് നിരക്കുന്നതാണോ ഒരു കൃത്യം. അപ്പോൾ അതിലവിടെ ശരി തെറ്റുകൾ നിർണയിക്കുന്നത് മതത്തെയും ദൈവത്തെയും കേന്ദ്രത്തിൽ തരും. ദൈവ കേന്ദ്രിതമായാണ് ശരി തെറ്റുകൾ. ഇനി ദൈവഹിതവും ദൈവനിശ്ചയവും അറിയുവാൻ മാളവർക്കെല്ലാം അറിയാൻ വയ്യാത്തത് കൊണ്ട് അതറിയാവുന്ന ചില പണ്ഡിതന്മാർ, പ്രാമാണികന്മാർ, ആപ്തന്മാർ ഒക്കെ ഉണ്ടാവും. ഈ ആപ്തന്മാർ തീരുമാനിക്കും എന്താണ് ശരിയെന്ന്. ഈ ആപ്തന്മാരുടെ ആത്മസാക്ഷാത്കാരം കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മനിഷ്ഠമായാണ് ആ ശരിതൻ. ഇപ്പം ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ജാതി ശാസനകൾക്കനുസരിച്ച് മുടിമുറിക്കുന്നതും മീശ വയ്ക്കുന്നതും കല്യാണം കഴിക്കുന്നതും തുണി ഉടുക്കുന്നതും ഇണചേരുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഈ ജാതിശാസനകൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ് ഇങ്ങനെ പുലർന്നു വരുന്ന ഒരു സ്ഥലത്താണ് 1888 ഗുരു അരുവിപ്പുറത്ത് ഒരു പാഴ്ക്കല്ലെടുത്ത് വെച്ചിട്ട് ഇത് നിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതുവരെ അമ്പലത്തിൽ കയറുവാൻ ആകുമായിരുന്നില്ലാത്ത കുറേ മനുഷ്യർക്ക് ഇത് നിങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠ നടത്തുന്നത്. ഈ പ്രതിഷ്ഠ നടത്തൽ എന്ന് പറയുന്നത് വൈദികമായ പാരമ്പര്യങ്ങളെ ഒന്നും അനുസരിച്ചുകൊണ്ടല്ല. ഇത് മാത്രമല്ല, തലേ ദിവസം ഒരു ബാനർ എഴുതി അവിടെ വലിച്ചു കെട്ടിയിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. അങ്ങനെ ഒരു സഹോദര ഭാവന അതിനു മുമ്പ് കുറ്റകൃത്യമായിരുന്നു. ജാതി മതങ്ങൾക്ക് അതീതമായ സഹോദരത്വം
അപ്പം മഹാരാജാവും ഞാനും സഹോദരത്വം ഉള്ളവരാണെന്ന് പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധേയനാവാൻ അത് മതി. കാരണം ഈ മഹാരാജാവിനെ മനുസ്മൃതി പറയുന്നത് മഹാരാജാവ് ഇന്ദ്രൻ്റെ തേജസ്സിൽ നിന്നാണ് രാജാവിനെ സൃഷ്ടിച്ചതെന്നാണ്. മനുസ്മൃതിയുടെ 7-ാം അധ്യായത്തിൽ അത് വിശദമായിട്ട് ഈ രാജാവ് എങ്ങനെ ഉണ്ടാകുന്നു, ദണ്ഡം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നു. ശിക്ഷ എന്ന് പറയുന്നത് ബ്രഹ്മതേജസ്സിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചില ലീഗൽ മൊറാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ദൈവികമായ പരിവേഷം സ്ഥാപിച്ചെടുക്കരുത്. കാരണം രാജാവ് പ്രത്യക്ഷ ദൈവതം എന്നൊക്കെ ഉണ്ടല്ലോ. ഈ രാജാവ് ദൈവമാണ്, രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അങ്ങനെ ഈ ഫ്യൂഡൽ ജീവിതക്രമത്തെ ഒരു ദൈവികമായ അനുശാസനമായി അംഗീകരിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞില്ലേ, നീചനാരിയാണ് എന്ന്. ഞാനൊരു നീചനാരിയാണ് എന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെയാണ്. കാരണം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള സമസ്ത മനുഷ്യരുണ്ടായിരുന്നില്ല കേരളത്തിൽ മനുഷ്യരേ ഉണ്ടായിരുന്നില്ല, ജാതികളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജാതികൾ തങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് നീചനാരിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ദൈവഹിതത്തിനെതിരാണല്ലോ. ഈ ദൈവഹിതം നോക്കിയത് കൊണ്ടാണ് പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങിക്കിടക്കുന്ന സമയത്ത് പുറകെ വന്ന ബോട്ടുകളിൽ ആ ബോട്ടടുപ്പിച്ച് അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല. ചെറിയാൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ന്യായം പുറകെ വന്നവർ മുറജപം കഴിഞ്ഞു വന്ന നമ്പൂതിരിമാരായിരുന്നു എന്നാണ്. ദൈവഹിതത്തെ ശിരസാവഹിച്ചുണ്ട്. ഈ ലോകത്തേക്കാണ് മനുഷ്യന് നിരക്കുന്നത് ശരിയെന്ന ആലോചനകൾ ചരിത്രപരമായ ഒരു സവിശേഷ ഘട്ടത്തിൽ വരുന്നത്. അതിന് തീർച്ചയായും നമുക്കറിയാം, അത് അക്കാലത്തിനകം തന്നെ പണ്ടാരവകപ്പാട്ട വിളംബരത്തിലൂടെയും മറ്റും അത്തരത്തിലുള്ള സാമൂഹികമായ ചരിത്രപരമായ നിയമങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരു സാമൂഹിക വർഗം എന്ന നിലയ്ക്ക് ഒരു മധ്യവർഗം ഉരുത്തിരിഞ്ഞു വരികയും ആ മധ്യവർഗത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസൃതമായും പാരലായി വേറെ കാര്യങ്ങളുണ്ട്. ഭരണരൂപത്തിൽ ബ്രിട്ടീഷ് സാന്നിധ്യം, അതിന് മുമ്പേ മിഷനറി പ്രവർത്തനങ്ങളിലൂടെ വന്ന മാനവികമായ ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് ആധുനികമായ ഒരു ജീവിത വീക്ഷണത്തിൻ്റെ പ്രസരിപ്പുകൾ സമൂഹത്തിൽ വരികയാണ്. അവിടെ മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിയുള്ള ആലോചന, മനുഷ്യന് നിരക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ചറിയാൻ പ്രാമാണികന്മാരുടെയോ ആപ്തന്മാരുടെയോ ആവശ്യമില്ല. അവിടെ മനുഷ്യരെല്ലാവരും തുല്യ നിലയിലാണ്. അപ്പുറത്ത് ജന്മസിദ്ധമായ ഉച്ചനീചത്വം ഉണ്ടായിരുന്നിടത്തു നിന്ന് ഇവിടെ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന പരികൽപ്പന വരികയാണ്. അവർ പിന്നെ വ്യത്യസ്തരാകുന്നത് അവരുടെ പ്രവൃത്തി മൂലമാണ്. പക്ഷെ ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാനുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യം അലംഘനീയവുമാണ്. ഇങ്ങനെ മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിയുള്ള ആലോചനകൾ വരുമ്പോഴാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന ഒരുപാട് ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പം ഈ മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിയുള്ള ഈ ആലോചനകൾ, അതും ജനാധിപത്യ സംസ്കാരവും കൂടി ചേർന്ന് ഒരു നാടിനാകെ ഒന്നാകെ ഉണ്ടാകുന്ന ഉണർവാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെയായി കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ജാതി ശാസനകളെ അതിലംഘിച്ചുകൊണ്ട് മനുഷ്യർ അവരുടെ ഭാഗധേയം നിർണയിക്കുവാനായി നടത്തിയ വമ്പിച്ച സമരങ്ങളുടെ ഒരു ചരിത്രമായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും. ഈ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അഭിലാഷങ്ങളുടെ, അഭിനിവേശങ്ങളുടെ സാഹിത്യ പാഠങ്ങൾ എന്ന നിലയ്ക്കാണ് കുമാരനാശാൻ്റെ കൃതികൾ കടന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം.
ഈ മാനവവാദ ആദർശങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എന്ന നിലയ്ക്കാണ്. അപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കിയാൽ തെളിഞ്ഞു കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രണയഭാവന. അതിനു മുമ്പുണ്ടായിരുന്ന സമൂഹത്തിൽ പ്രണയം എന്നത് ശരീരത്തിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. പ്രണയമല്ല, സാഹിത്യം തന്നെ. സംഗീതം അഭിസാഹിത്യം സരസ്വതി സ്തനദ്വയം. സരസ്വതീ ദേവിയുടെ മുലകളാണ് സംഗീതവും സാഹിത്യവുമെന്നും എന്ത് സങ്കല്പിക്കുക. അല്ലെങ്കിൽ കവിതാരസ ചാതുര്യം കവിയേക്കാൾ വ്യാഖ്യാതാവാണ് അറിയുന്നത് എന്ന് ബോധ്യപ്പെടുത്തുവാൻ സുധയുടെ സുരത സാമർഥ്യം ആണറിയുന്നത്, അച്ഛനല്ല എന്ന അർത്ഥാന്തരന്യാസ യുക്തി പറയുന്നത് ഒട്ടും മോശമായി കരുതാത്ത ഒരു കാര്യം. ഈ പഴയ കാലത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അന്നത്തെ അഭിരുചികൾ അതായിരുന്നു. കാവ്യസങ്കല്പത്തിൽ തന്നെ അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. അതാണ് നമ്മൾ ഗണിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ആലോചനകൾ നടന്നിരുന്ന ഒരു കാലത്തിൽ നിന്നാണ് ഈ പുതിയ കവിതകൾ വരുന്നത്. അവിടെ ശരീരത്തിൽ കുഴിച്ചിട്ട പ്രണയം എന്ന ഒരു ബോധം പോലും ഉണ്ടായി വരാനുള്ള, ഇപ്പോൾ ഞാൻ പല സ്ഥലത്തും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സീതയെ നഷ്ടപ്പെട്ടു നോവുമ്പോൾ മര്യാദാ പുരുഷോത്തമനായ രാമൻ തൻ്റെ പ്രാണപ്രേയസിയായ സീതയെ രാവണൻ കട്ടുകൊണ്ടു പോകുമ്പോൾ വിലപിക്കുന്നുണ്ട്. ഈ വിലപിക്കുന്നതിൻ്റെ അടിസ്ഥാനം അല്ലയോ എൻ്റെ പ്രാണപ്രേയസിയായ എൻ്റെ ജീവനായ ഒരാൾ പോയല്ലോ എന്നല്ല. മാലിൽ ഓമലകന്നെന്ന് മാലില്ല കട്ടതോർത്തുമേ എനിക്കിതേ മാൽ അവൾ തൻ പ്രായം പോവുകയല്ലയോ. ഇതായിരുന്നു അവസ്ഥ. മാലിൽ ഓമലകന്നെന്ന് മാലില്ല കട്ടതോർത്തുമേ എനിക്കിതേ മാൽ അവളുടെ യൗവനം പോകുമല്ലോ എന്നാണ് ശ്രീരാമൻ്റെ ഒരാഭാസനല്ല, ഓർക്കണം. ഒരു വ്യവസ്ഥിതിയുടെ മര്യാദ പുരുഷോത്തമനായ വ്യക്തിത്വമാണ് ശ്രീരാമൻ. അങ്ങനെയാണ് സങ്കല്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച സങ്കല്പമാണ് അവിടെ വരുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം വിഷയമല്ല. ഇപ്പോൾ നളൻ്റെ ദമയന്തിയുടെയൊക്കെ കഥ പറയുന്ന നളചരിതം ആട്ടക്കഥയിൽ നളൻ്റെ ഒരു ആത്മഗതം ഉണ്ണായിവാര്യർ പറയുന്നുണ്ട്. ഈ ഒരു ആണിനും പെണ്ണിനുമുള്ള പ്രേമത്തിൻ്റെ കന്തം എന്ന് പറഞ്ഞാൽ വിത്ത്, ഇത് കുഴിച്ചിടാൻ കന്ദർപ്പൻ വരണമെന്നാണ് പറഞ്ഞത്. കാമദേവനാണ് ഈ പ്രേമം. മറിച്ച് ഈ ഒരു പ്രണയഭാവനയല്ല കുമാരനാശാൻ്റെ കൃതികളിലേക്ക് വരുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യർക്ക് ശരീരത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു അന്തരംഗമുണ്ട് എന്ന് നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ അതുകൂടി ചേർത്തായി പറഞ്ഞിരുന്നുവല്ലോ. മനുഷ്യർക്ക് അന്തരംഗമുണ്ടെന്ന്, ഒരു അന്തർലോകമുണ്ടെന്ന്, ശരീരം കൊണ്ടല്ല അവയെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വ്യക്തിത്വമാണെന്നുമുള്ള പുതിയൊരു ആലോചന വരികയാണ്. മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിയുള്ള ആലോചനകളുടെ അടിസ്ഥാന വ്യത്യാസം അവിടെയാണ്. മനുഷ്യൻ വ്യക്തിത്വമാണ്, ഒരു ശരീരമല്ല. വേറെ ഒരു ചില കാര്യമുണ്ട്. ഈ ശരീരം എന്തിൻ്റെയൊക്കെയാണ്? ശരീരം വൃത്തികെട്ട ജാതി കൂടി കുഴിച്ചിട്ട ഒരു ചതുപ്പാണല്ലോ അക്കാലത്ത്. ഈ ശരീരം ജാതിയും കുഴിച്ചിട്ട ഒരു ചതുപ്പാണ്. അതുകൊണ്ട് ഈ ശരീരമല്ല മനുഷ്യൻ അന്തരംഗമാണ്. അന്തരംഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്തകളാണ്, മനുഷ്യൻ്റെ വ്യക്തിത്വമാണ് മനുഷ്യൻ എന്ന പുതിയൊരു പരികൽപ്പനയുടെ തുടർച്ചയെന്ന നിലയ്ക്കാണ് കുമാരനാശാൻ്റെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കേവലം പ്രണയം മാത്രമല്ല. അയ്യങ്കാളി ഉണ്ടാക്കുന്ന പള്ളിക്കൂടത്തിലേക്ക് പഠിപ്പിക്കുവാൻ സഹർഷം പരമേശ്വരൻ പിള്ള എന്ന് പറയുന്നൊരു നായര് പോവുകയാണ്. പുലയന്മാരെ പ്രതിനിധീകരിക്കുവാൻ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ഗോവിന്ദപിള്ള സസന്തോഷമാണ് ആ നോമിനേഷൻ ഏറ്റെടുത്ത് പോകുന്നത്. CS സുബ്രഹ്മണ്യം പോറ്റി എന്ന് പറയുന്ന ബ്രാഹ്മണനും കുമാരനാശാൻ എന്ന് പറയുന്ന ഈഴവനും തമ്മിൽ അഗാധമായ സൗഹൃദമുണ്ടാവുകയാണ്. ഇങ്ങനെ ബന്ധസങ്കല്പങ്ങളുടെ മാനദണ്ഡങ്ങൾ സമസ്തവും മാറ്റിമറിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ആണ്
ഈ പുതിയ സ്നേഹഭാവന വരുന്നത്, പ്രണയത്തിൻ്റെ പുതിയ ഭാവന വരുന്നത്. അത് ശരീരത്തിൻ്റെ വിനിമയങ്ങളെ നിഷേധിക്കുന്നേയില്ല. കുമാരനാശാൻ്റെ നളിനിയിലെ ദിവാകരൻ വർത്തമാനത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ദിവാകരൻ്റെ നെഞ്ചിലേക്ക് വീണു പോകുന്ന ഈ നളിനിയെ ആ യോഗിനി എടുത്തു മാറ്റുന്നത് ഒരു നിർമാല്യം പോലെ എടുത്തു മാറ്റുന്ന ഒരു സന്ദർഭമുണ്ട്. നിർമാല്യം ദേവഭോഗത്തിന് ശേഷമുള്ള ഒന്നാണല്ലോ, ദേവൻ്റെ ഭോഗത്തിന്. ഇത് മാത്രമല്ല, അതിനകത്ത് മറ്റൊരു കഥ അവതരിപ്പിക്കുന്നുണ്ട്. അത് വടുവായി വന്ന് പാർവതിയെ പരീക്ഷിക്കുന്ന പരമശിവൻ്റെ ഒരു കഥ സന്ദർഭാനുസാരിയായി നളിനി ദിവാകരനോട് പറയുന്നുണ്ട്. പരമശിവനും വടുവായിരുന്നു യോഗിയാണ്, ദിവാകരനും യോഗിയാണ്, പാർവതി. പക്ഷേ ഇതിൻ്റെ പരിണാമം എന്താണെന്ന് നമുക്കറിയാം. അത് കാളിദാസൻ വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ടല്ലോ. കാരണം കാമദേവൻ്റെ അമ്പെയ്യുന്നതിനും മുമ്പ് തന്നെ ഒരു നോട്ടത്തെപ്പറ്റി കാളിദാസൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കണ്ണ് കറങ്ങി ഇങ്ങനെ നോക്കുന്ന, അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല, ആ വൃത്താന്തം, ആ പാർവതി പരമശിവന്മാരുടെ ഒരു വൃത്താന്തത്തെ അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ പരിണതി കൂടി ഓർക്കണം എന്നുകൂടി ഒരു സമാധാനം അവിടെ കിടപ്പുണ്ട്. ഈ നളിനിയിൽ ശാന്തവീജി അതിൽ വീജി പോൽ സംക്രാന്തഹസ്തമുടൽ ഒത്തുചേർന്നവർ കാന്തനാദമുട് നാദം എന്ന പോൽ കാന്തിയോട് അപരകാന്തി പോലെയും. മലയാളി ഇത്തരത്തിലൊരു സംയോഗ നിമിഷം കണ്ടിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഇത്തരത്തിലൊരു ഒരു ആൺപെൺ സംയോഗത്തിൻ്റെ ഇത്ര അഗാധമായ ഒരു ഓളത്തിൽ മറ്റൊരോളം അലിഞ്ഞു ചേരും പോലെ, ഒരു കാന്തിയിൽ മറ്റൊരു കാന്തി അലിഞ്ഞു ചേരുന്നത് പോലെ, ഒരു കാന്തനാദത്തിൽ, കാന്തമായ ഒരു നാദത്തിൽ മറ്റൊരു നാദം ലയിച്ചൊന്നായി പോകുന്നവൻ, അത്ര അഭേദമായി മാറുന്ന, ഒന്നായി മാറുന്ന രണ്ട് വ്യക്തികൾ ഒന്നായി അലിഞ്ഞു ചേരുന്ന ഒരു നിമിഷത്തെയാണ്, ഒരു സംഗമ നിമിഷത്തെയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, കുമാരനാശാൻ്റെ പ്രണയഭാവന ശരീരവിനിമയങ്ങളെ നിഷേധിക്കുന്നേയില്ല. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുമാരനാശാൻ അവതരിപ്പിക്കുന്ന പ്രണയഭാവന ശരീര നിഷേധിയുമല്ല, ശരീരനിഷ്ഠവുമല്ല, അത് ശരീരനിരപേക്ഷമാണ് എന്നുള്ളതാണ്. അതൊരു ചെറിയ സൂക്ഷ്മതക്കുറവ് നമ്മളുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നുകിൽ ഇത് ശരീരനിഷേധിയായ ദിവ്യ ആധ്യാത്മിക പ്രേമമാണെന്ന് പറയും, അല്ലെങ്കിൽ ശരീരങ്ങളുടെ വേഴ്ചയാണ് എന്ന് പറയും. ഇത് രണ്ടുമല്ല. ശരീരങ്ങളുടെ വേഴ്ചയെ ഈ ആധുനിക പ്രണയം ലക്ഷ്യം വെക്കുന്നതേയില്ല. അങ്ങനെ ലക്ഷ്യം വെക്കുമെങ്കിൽ മോതിരം എന്ന കഥയിൽ 68-70 വയസ്സുള്ള ഒരു കെട്ടിലമ്മ മരിക്കാറായി കിടക്കുന്ന ഒരാനക്കാരനോട് തോന്നുന്ന പ്രണയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാനാവും? ഈ ആധുനിക പ്രണയം ലൈംഗിക വിനിമയത്തെ ലക്ഷ്യം വയ്ക്കുന്നില്ല, പക്ഷെ ലൈംഗിക വിനിമയത്തെ അത് നിഷേധിക്കുന്നുമില്ല. മറിച്ച് കുമാരനാശാൻ്റെ സീത ഓർക്കും പോലെ ഒരു ദമ്പതിമാരും ഊഴിയിൽ കരുതാത്ത ഒരു വിവിക്ത ലീലയിൽ മുഴുകി ഗതകറുവർ ഞങ്ങൾ അങ്ങ് ഒരു ഇരുമെയ്യാർന്നൊരു ജീവി പോലവേ. ഇച്ചോടെ കഴിഞ്ഞ് പറയും, പറയേണ്ട ഈ ഞങ്ങൾ ബുദ്ധിയിൽ കുറവില്ലാത്ത മൃഗങ്ങൾ പോലെയും നിറവേറ്റി സുഖം വനങ്ങളിൽ ചിറകില്ലാത്ത ഖഗങ്ങൾ പോലെയും. മനുഷ്യരുടെ രതിയെ നിരാകരിക്കുന്നേയില്ല കുമാരനാശാൻ്റെ കവിത. പക്ഷേ രതിയെ അല്ല പ്രണയം ലക്ഷ്യമാക്കുന്നത്, ശാരീരിക വിനിമയങ്ങളല്ല പ്രണയത്തിൻ്റെ ലക്ഷ്യം. മറിച്ച് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള, അഭിരുചികൾ തമ്മിലുള്ള ഇണക്കങ്ങളുടെ ഒരു ഗതഗർവരായി പ്രണയം വിനിമയം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സ്വാഭാവികവും സരളവും സഹജവുമായ രീതി എന്ന നിലയിലാണ് രതി കടന്നു വരുന്നത്. രതി പ്രണയത്തിൻ്റെ ഇതാണ് കുമാരനാശാൻ അവതരിപ്പിക്കുന്ന പ്രണയത്തിൻ്റെ സവിശേഷമായൊരു ഘടകം. അത്
ശരീരനിഷ്ഠവുമല്ല, ശരീരനിഷേധിയുമല്ല, അത് ശരീരനിരപേക്ഷമായാണ്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ കുമാരനാശാൻ്റെ കൃതികൾക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണല്ലോ പിന്നെ അന്നൊപ്പമാണ് അഴക് കണ്ടു വരിച്ചിടും നീ എന്നോർത്ത് ചിത്രശലഭങ്ങൾ അണഞ്ഞിരിക്കാം എന്നല്ല, ദൂരമതിൽ നിന്ന് അനുരാഗമോതി വന്നെന്ന് മാം വിരുദനങ്ങൊരു ഭൃംഗരാജൻ. കില്ലില്ലയേ ഭ്രമരവര്യനെ നീ വരിച്ചു, കില്ലില്ലയേ ഭ്രമരവര്യനെ നീ. ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രസക്തമല്ല എന്ന് വെറുമൊരു പൂവല്ല, അവൾ നല്ല പഠിപ്പുള്ള ആളാണ്. താരങ്ങളിൽ നിന്ന് ജീവിത തത്വചിന്ത വശപ്പെടുത്തിയ ശരീരത്തെ താൻ സ്വയം സുന്ദരമായിരിക്കുമ്പോൾ പോലും, താൻ അഴകുള്ളവളായിരിക്കുമ്പോൾ പോലും ഈ അഴക് എന്ന് പറയുന്നത് അല്ല വ്യക്തിത്വത്തിൻ്റെ നിയാമകമായ മാനദണ്ഡം എന്ന ഒരു പാഠം അവിടെ. ഇത് ആധുനികമായ ഒരു മൂല്യമാണ്. ഇതാണ് നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കണം. ശരീരത്തിൽ കുഴിച്ചിട്ട പ്രേമത്തെ നിന്നും മനുഷ്യൻ്റെ അന്തരംഗങ്ങളെ പ്രകാശപൂർണമാക്കുന്ന പ്രകാശവിനിമയത്തിൻ്റെ, വ്യക്തിത്വങ്ങളുടെ അഭിരുചികളുടെ വിനിമയത്തിൻ്റെ ഒരു പ്രകാശ ലോകമായി, ഒരു ആദർശമായി പ്രണയത്തെ, ഇതൊരു ആദർശ പ്രണയമാണ്. ഈ പ്രണയത്തെയാണ് കുമാരനാശാൻ അവതരിപ്പിക്കുന്നത്. ഈ ആദർശ രൂപങ്ങളായി തന്നെയാണ് കുമാരനാശാൻ്റെ കൃതികളിൽ കാര്യങ്ങൾ വരുന്നത്. നേരത്തെ ഉദ്ഘാടകൻ അത് സൂചിപ്പിച്ചല്ലോ. പുറത്തെ ലോകത്ത് കുമാരനാശാൻ്റെ സീത രാമചന്ദ്ര മഹാരാജാവിനെ വിചാരണാരൂപത്തിൽ ഇങ്ങനെ നേർക്കുനേർ നിർത്തി വിചാരണയുടെ ആലോചന ഇരമ്പുന്ന ആ കാവ്യം രചിക്കുന്നതിൻ്റെ സമകാലത്താണ് സി കേശവൻ്റെ അമ്മായിയമ്മയ്ക്ക് മടലിന് തല്ലുമേടിക്കുന്നത് ബ്ലൗസ് ഇട്ടതിൻ്റെ പേരിൽ. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ബ്ലൗസ് ഇടുന്നതിൻ്റെ പേരിൽ തലമണ്ടയ്ക്ക് തല്ലുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദർശ രൂപങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികളുടെ അനുഭവ കഥനമല്ല കുമാരനാശാൻ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ അനുഭവ കഥനമല്ല, മറിച്ച് ഏതൊരു വ്യക്തിക്കും പിൻപറ്റാവുന്ന ആദർശ സമ്മർഗത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ചില വ്യക്തികളുടെ അനുഭവത്തെയല്ല, മറിച്ച് ഏതൊരു വ്യക്തിക്കും പിൻപറ്റാവുന്ന ആദർശങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ സ്നേഹസങ്കല്പവും അങ്ങനെയാണ് വരുന്നത്. കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പത്തെയും നാം ഈ ഒരു വിധത്തിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പം പല, കാരണം കുമാരനാശാൻ സ്നേഹഗായകനാണ് എന്നൊക്കെ ഏതാണ്ട് ഇന്ന് നമുക്ക് കേട്ടാൽ കുമാരനാശാനെ പരിഹസിക്കും പോലെ തോന്നുമ്പോൾ, അതുപോലെ സ്ഥാനത്തും അസ്ഥാനത്തും അത്തരം പ്രയോഗങ്ങൾ കയറി വരുന്നുമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ കുമാരനാശാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്നേഹഭാവനയെ നാം മനസ്സിലാക്കുക തന്നെ വേണം. കാരണം അതും ഈ പറഞ്ഞതുപോലെ ഒരു ആദർശം എന്ന നിലയ്ക്കാണ് വരുന്നത്. ഏതെങ്കിലും ചില വ്യക്തികളുടെ ഇടയിലുള്ള ഒരു സവിശേഷ ബന്ധം എന്നുള്ളതല്ല, മറിച്ച് കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പത്തെ നാം ജാതിക്കതീതം മതങ്ങൾക്കതീതം മനുഷ്യർ പൂക്കുന്ന ഒരു വസന്തകാലത്തെ സ്വപ്നം കണ്ടിരുന്ന, അതിനുവേണ്ടി തപിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, മനുഷ്യനും കവിയുമാണ്. ആ കവിയെ ആ വിധത്തിൽ ജാതിക്കും മതത്തിനും അതീതമായ ഒരു സഹോദരത്വ ഭാവനയുടെ പശ്ചാത്തലത്തിൽ വേണം കുമാരനാശാൻ കൊണ്ടുവരുന്ന സ്നേഹ സങ്കല്പത്തെയും നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. അത് കേവലം ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ഉദ്ഘാടകൻ ചെയ്തു നിന്ന ഗോപികൃഷ്ണനെ എനിക്കുള്ള ബന്ധം, വാസ്തവത്തിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇടിക്കാലൂരി പനംപെട്ടടി എന്ന് പറയുന്നൊരു കവിത അച്ചടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു 50 കോപ്പി എടുത്ത് ഞാൻ 50 സുഹൃത്തുക്കൾക്ക് കൊണ്ട് കൊടുക്കുകയും ഗോപികൃഷ്ണൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഗോപികൃഷ്ണനെ ബന്ധപ്പെടുകയൊക്കെ ചെയ്ത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആരുമല്ല ഗോപികൃഷ്ണൻ, വ്യക്തിപരമായി എനിക്കൊരു പരിചയമില്ല, ഒന്നുമില്ല. പക്ഷേ ഇടിക്കാലൂരി പനംപെട്ടടി എന്ന് പറയുന്ന കവിതയിലൂടെ ഗോപികൃഷ്ണൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറുകയാണ്. ഈ സ്നേഹഭാവന വ്യക്തിഗതമായ വ്യക്തികളുടെ വികാര വിനിമയമല്ല. വ്യക്തികളുടെ വികാര വിനിമയത്തിൻ്റെ തലം അടക്കമുള്ള സ്നേഹഭാവനകൾ
ഈ സ്നേഹത്തിനുള്ളിൽ വരും. പക്ഷേ സ്നേഹം, കുമാരനാശാൻ അവതരിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ തലം ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള വിനിമയമല്ല, അതുക്കുമപ്പുറം മനുഷ്യരെ തമ്മിലിണക്കുന്ന അക്കാലത്തിൻ്റെ ഒരു വല്ലാത്ത അഭിനിവേശവും ആവശ്യകതയും കൂടിയായിരുന്നു അത്. കാരണം ജാതിക്കെതിരെയുള്ള അതിഗംഭീരമായ കുതറലുകളുടെ, ഇപ്പം അരുതാത്ത വഴികളിലൂടെ അയ്യൻകാളി നടക്കുന്നു, അരുതാത്ത വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നു, ഇങ്ങനെ അരുതായികകളുടെ ഘോഷയാത്ര. ചിന്താവിഷ്ടയായ സീതയെ അലോസരപ്പെടുത്തിയ പോലെ നിയമം വിട്ട തെന്നലുകൾ തിടം വെച്ച് ഒരു വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുവാൻ പോകുന്ന, തിരുത്തുവാൻ പോകുന്ന കൊടുങ്കാറ്റുകൾ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഒരു സമകാല അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ മനുഷ്യരെ തമ്മിലിളക്കുന്ന ആദർശമെന്ന നിലയ്ക്ക് ഒരു സ്നേഹഭാവന അത്യാവശ്യമാണ്. അത് എൻ്റെയും നിൻ്റെയും സുഹൃത്തെന്ന നിലയ്ക്കല്ല, ഒരു സ്നേഹഭാവന, അതുക്കുമൊക്കെ അപ്പുറമായി ആ സ്നേഹം ഒരു ആദർശമാണ്. അതുകൊണ്ടാണ് കുമാരനാശാൻ്റെ പരിവർത്തനം എന്ന് പറയുന്ന കവിതയിലേക്ക് വരുമ്പോഴേക്കും ഈ സ്നേഹഭാവന ഒരു ഘോരമാം കൃപയ്ക്ക് നമസ്കാരം പറയുന്നുണ്ട് കുമാരനാശാൻ. ഘോരമാം കൃപ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കൃപ ഘോരമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് എല്ലാവരും സമത്വം ഏകലക്ഷ്യവും സമസ്തരും സ്വതന്ത്രരുമാണ് എന്ന സങ്കല്പത്തോടെ ആ സങ്കല്പം പ്രായോഗികമാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആളുകളുടെ മസ്തകങ്ങൾ ചതഞ്ഞ് രക്തം വമിച്ച് സമഗ്രമന്തിവർണ്ണമാക്കട്ടെ എന്ന് ആണ് പ്രാർത്ഥിക്കുന്നത്. സമഗ്രമന്തിവർണ്ണമായിടട്ടെ കുന്നുമാഴിയും. ഞാൻ പറയാൻ വരുന്നത് ഇതല്ല, ഇതൊരു ഉത്കടമായ സമൂഹത്തോടുള്ള ഉത്കടമായ ഒരു സ്നേഹത്തിൻ്റെ പ്രതിനിധാനമാണ്. അതുകൊണ്ടാണ് ആ സമത്വ സൃഷ്ടിക്കായി ഏവരെയും സ്വതന്ത്രരാക്കുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയുടെ വിനിമയത്തിന്, അതിൻ്റെ പ്രയോഗത്തിന് കർക്കശമായ ചില നിലപാടുകളിലൂന്നിയ പുറമേക്ക് ഘോരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുമാരനാശാൻ ആ ഘോരമായ കൃപയ്ക്ക് നമസ്കാരം പറയുന്നുണ്ട്. ഈ സ്നേഹഭാവനയുടെ ആഴം എത്രമാത്രം അഗാധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത വർഷം 22 എഴുതുന്ന കർഷകരുടെ കരച്ചിൽ എന്ന് പറയുന്ന കവിതയുണ്ട്. കർഷകരുടെ കരച്ചിലോട് താതാത്മ്യപ്പെട്ട ഒരു കവിത എഴുതുവാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് എന്താവാം? എന്തിനാണ് കർഷകരുടെ വേദനയോട് ഞാൻ എന്തിന് താതാത്മ്യപ്പെടണം? അവരെൻ്റെ ആരുമല്ലല്ലോ. അപ്പോൾ അവിടെ സ്നേഹഭാവനയുടെ പുതിയ ഒരു സാങ്കത്യം മലയാളിയെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഘോരമാം കൃപ പിൽക്കാലത്തൊരു കവി കുറെ കൂടെ അതിനും അപ്പുറത്തേക്ക്, അത്ര മഹാന്മാർക്ക് ഭൂതദയയിൽ നിന്ന് ഇത്തരമുണ്ടാകൂ നിർദ്ദയത്വം എന്ന് എഴുതുന്നുണ്ട്. അത്ര മഹാന്മാർക്ക് ഭൂതദയയിൽ നിന്ന് ഇത്തരമുണ്ടാവൂ നിർദ്ദയത്വം. ഭൂതദയയിൽ നിന്ന് വരുന്ന നിർദ്ദയത്വത്തെയാണ്. കാരണം അത് ഫിലോസഫിക്കലാണ്. ആ സ്നേഹ ആദർശങ്ങളെ മനസ്സിലാക്കുവാൻ അത് ഒരു ദാർശനികമായ സാഹോദര്യത്തെ കൂടി അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തായിരുന്നാലും അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിൽ കുമാരനാശാൻ്റെ കൃതികളിൽ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അഭിനിവേശങ്ങളും അഭിലാഷങ്ങളും സർഗാത്മകമായി അതിൻ്റെ ആവിഷ്കാരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ ഒരു കാര്യം കൂടി പറയാം. കാരണം കുമാരനാശാൻ്റെ സ്നേഹസങ്കല്പത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പറയാൻ ആ പറച്ചിലിൻ്റെ ഇടയ്ക്ക് മറന്നുപോയതാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പ്രണയഭാവന വരുന്നത്. പരസ്പരം വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ആ ഒരു വിനിമയം സ്ത്രീ പുരുഷ തുല്യതയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഇതാണ് വരുന്നത്. ഈ സ്ത്രീ പുരുഷ തുല്യതയുടെ ഏറ്റവും ഉജ്ജ്വലമായ ആ സങ്കല്പത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സൃഷ്ടിയാണ് കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത. ഇത് കുമാരനാശാൻ്റെ ഈ സീത കലഹിക്കുന്നത് ഭർത്താവായ രാമനോടോ നൃപനായ രാമനോടോ അല്ലെങ്കിൽ പുരുഷനായ രാമനോടോ ഒന്നുമല്ല, മറിച്ച് തരുണീ പാദജ ഗർഹിണി സ്മൃതിയായ ശ്രുതി അതിൻ്റെ സനാതനത്വത്തെ സംരക്ഷിച്ചു നിർത്തുവാൻ അഭിലഷിക്കുന്ന ഒരു മനോഘടനയോടും ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയോടുമാണ്.
അതിനെതിരെയാണ് സീത കലഹിക്കുന്നത്. ഈ സീത വാൽമീകി രാമായണത്തിലെ സീതയുമല്ല, രഘുവംശത്തിലെ സീതയുമല്ല, അധ്യാത്മരാമായണത്തിലെ സീതയുമല്ല, ഒരു സീതയുമല്ല. ഈ സീത കേരളീയ നവോത്ഥാന പ്രസ്ഥാനം, അക്കാലത്ത് പ്രകമ്പിതമായിരുന്ന ആ സാമൂഹ്യ കാലഘട്ടം സൃഷ്ടിച്ച പ്രതീക്ഷോന്മുഖമായ സ്ത്രീ വ്യക്തിത്വമാണ് സീത. ഈ സീതയുടെ വിശദാംശങ്ങളിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ നിഷ്കർഷ വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും എല്ലാ കാര്യങ്ങളും കൂടി ഒരു സമ്മേളനത്തിൻ്റെ സാഹചര്യത്തിൽ പറയുവാൻ കഴിയില്ലല്ലോ കുമാരനാശാൻ്റെ കവിതകളെ. അതുകൊണ്ട് ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാനുള്ള പ്രേരണ എന്ന നിലയ്ക്ക് ഈ സന്ദർഭം ഉതകട്ടെ. ഒപ്പം ഈ ശ്രീരാമചന്ദ്രൻ്റെ ആദർശത്തെപ്പറ്റി നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. ശ്രീരാമചന്ദ്രൻ്റെ ആദർശവും കാരണം പറഞ്ഞത് നമുക്ക് ഇന്നത്തെ നമ്മളുടെ ലോകബോധധാരയ്ക്ക് ആദർശമേ അല്ലാത്ത ഈ ശ്രീരാമചന്ദ്രനെ ആദർശമാക്കുവാനുള്ള ഒരു വളരെ ദുർവാശിയോടെ ചരിത്ര നിഷേധത്തിൻ്റെ സകല ഊർജവും എടുത്തുകൊണ്ട് ഈ ശ്രീരാമൻ്റെ ആദർശത്തെ ഒരു കാലം തിരസ്കരിച്ച ആദർശം ഇന്ന് ആ ആദർശത്തിലേക്ക് ഒരു ജനതയെ എമ്പാടും വരിഞ്ഞു കെട്ടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമായ ചില പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി കുമാരനാശാനെ വായിക്കണമെന്നും കുമാരനാശാൻ അതിനെതിരെയൊക്കെയുള്ള പ്രതിരോധത്തിൻ്റെ അനന്തമായ ഊർജം അവിടെ സംഭരിക്കപ്പെട്ടിട്ടുണ്ടെന്നും അത് തിരിച്ചറിയാൻ കൂടി ഈ സന്ദർഭം ഉതകുമെങ്കിൽ അത് നമ്മളുടെയൊക്കെ സന്തോഷമാകുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.